പരമദാരിദ്ര്യത്തിൻ്റെയും കഷ്ടപ്പാടുകളുടെയും നടുവിൽ നിറയുന്ന ഭക്തി കൊണ്ട് ജീവിതാവശ്യങ്ങളെ ചുരുക്കിയാണ് ഭക്തന്മാർ ഭക്ത കാണിക്കകൾ ഓരോ സ്ഥലത്തും അർപ്പിക്കുന്നത്. തങ്ങളുടെ കടം തീരാൻ, തങ്ങളുടെ പ്രയാസങ്ങൾ മാറാൻ, തങ്ങളുടെ രോഗങ്ങൾ മാറാൻ, ഇങ്ങനെ ഇത് നൽകുന്ന ഓരോരുത്തരുടെയും പ്രവൃത്തികൾക്ക് പിന്നിൽ ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിലാണ് ഇത് എല്ലാവരും ഇടുന്നത്. എന്നാൽ ആ ഇടുന്ന ഭക്തൻ്റെ പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും മാറിയില്ലെങ്കിലും ആ ഭക്തിപ്പണമായി വീഴുന്ന കാശുകൊണ്ട് സ്വന്തം ആസ്തി 100 ഇരട്ടി വർദ്ധിപ്പിച്ച ഭക്തിയുടെ നടത്തിപ്പുകാർ എങ്ങനെ ഉണ്ടാവും? അങ്ങ് അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ ലോക ഹിന്ദു സമൂഹത്തിൻ്റെ മനസാക്ഷി കേന്ദ്രമെന്ന് പ്രഖ്യാപിച്ച് ഒരുപാട് രാജ്യത്തെ നിയമവ്യവഹാരങ്ങൾക്കും അതുപോലെ മറ്റു പല പ്രവർത്തനങ്ങൾക്കും ഏറ്റുമുട്ടലുകൾക്കും തള്ളിമറിക്കലുകൾക്കും ഭരണഘടനാ തകർക്കലുകൾക്കും ശേഷം നിർമ്മിച്ച ക്ഷേത്രത്തിലെ കണ്ണീരണിഞ്ഞ ഭക്തരുടെ ഭക്തിപ്പണം കൊണ്ട് 100 ഇരട്ടി വർധനവ് വരുത്തിയ കള്ളക്കമ്മട്ടക്കാരെ പിടിച്ച ഒരു വാർത്ത കണ്ടു. അതിൽ മുഗൾ രാജാക്കന്മാരില്ല, ജിഹാദികളില്ല, പാകിസ്ഥാനികളില്ല, ഒന്നുമില്ല. വളരെ ശുദ്ധമായ ഭക്തരാണ്. ആ ശുദ്ധമായ ഭക്തിയിലാണ് വളരെ ശുദ്ധമായ ഈ മോഷണം നടത്തിയത്. 7.75 കോടി രൂപ മോഷ്ടിച്ചു എന്നാണ് പറയുന്നത്. ഭക്ത്യാദരപൂർവ്വം അതിലേക്കിടുന്ന കാശിൻ്റെ കണക്ക് കയ്യിലൊട്ടി തുടങ്ങിയാൽ പിന്നെ അതിൻ്റെ ഒരു കണക്കൊന്നും ഉദ്ദേശം കണക്ക് കൂട്ടാമെന്നല്ലാതെ കൃത്യമായി കണക്കെടുക്കാനൊന്നും കഴിയില്ല. എല്ലാ തരത്തിലും ഉള്ള കടുത്ത മോഷണമാണ് അവിടെ നടന്നത്. ആ മോഷണത്തിലൂടെ സമ്പാദിച്ച പണം കൊണ്ടാണ് ഇതെല്ലാം നേടിയത്. ഈ 7-8 പേരെ അറസ്റ്റ് ചെയ്തവരുടെ കൂട്ടത്തിൽ പലർക്കും രാജ്യത്തെ പല നഗരങ്ങളിലും വലിയ ബിസിനസ്സുകളും ഏർപ്പാടുമൊക്കെ ഉണ്ട്. ഇവരൊക്കെയാണ് തങ്ങളുടെ വിശ്വാസത്തെ അശുദ്ധമാക്കുന്നു എന്ന് പറഞ്ഞ് മറ്റു മതവിശ്വാസികളെ ആട്ടിപ്പായിക്കുന്നതും അവരുടെ കടകൾ അടിച്ചു തകർക്കുന്നതും അവർ ബീഫ് കഴിച്ചു എന്ന് പറഞ്ഞ് ആക്രമിക്കുന്നതും എല്ലാമല്ല. എന്നിട്ട് അവരവർക്കിതിൽ മോഷണമല്ലാതെ വേറൊരു കലയും തൊഴിലുമില്ല എന്നതാണ് സത്യസന്ധമായൊരു കാരണം. അങ്ങനെ മോഷ്ടിച്ച മുതൽ കൊണ്ടാണ് 100 ഇരട്ടി വരുമാനമുണ്ടാക്കിയ ഈ കള്ളന്മാർ ഇപ്പോൾ അകത്താക്കിയിരിക്കുന്നത്. ഇത് കേവലം ഒരു വികാരപ്രകടനം കഴിഞ്ഞ് ഇതങ്ങ് അവസാനിക്കുകയുള്ളൂ. ഇവരാരും ആജീവനാന്തം ശിക്ഷിക്കപ്പെടാനോ ശിക്ഷിക്കാനോ ഒന്നും പോകുന്നില്ല. കാരണം അങ്ങനെ പോയാൽ ഇവർക്കറിയാവുന്ന കള്ളങ്ങൾ കൂടി ഉറക്കെ വിളിച്ചു പറയും. ഭക്തർ അവരുടെ കാര്യം നടക്കാനാണ് ഈ പ്രയാസങ്ങളിൽ കൊണ്ടുവന്ന് ഈ തുക നിക്ഷേപിക്കുന്നത്. അതിൽ പോലും സത്യവും നീതിയും സ്വന്തം വിശ്വാസത്തോടു പോലും കൂറില്ലാത്ത കപടന്മാരാണ് ബാക്കിയുള്ളവരെ പല പേരുകൾ ചാർത്തി ആക്ഷേപിക്കുന്നതും എല്ലാം. ഇത് ഒരു മതത്തിലെ മാത്രം കാര്യമല്ല. ഇതിൻ്റെ പല രൂപവും ഭാവവും പലയിടത്തുമുണ്ട്. അത് മറ്റൊരു തൊഴിലിനും പോകാതെ വിയർപ്പിൻ്റെ രോഗമുള്ളതുകൊണ്ട് വളരെ സുഭിക്ഷമായി ജീവിക്കാൻ കഴിയുന്നൊരു കാര്യമാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഏകലവ്യനിൽ നമ്മുടെ രഞ്ജി പണിക്കർ എഴുതി പറഞ്ഞതുപോലെ ഭക്തിയുടെ ബിസിനസ്, ഭക്തിയുടെ എക്സ്പോർട്ട്, ഭക്തിയുടെ കച്ചവടം. ബാക്കി കച്ചവടങ്ങളിലെല്ലാം ലാഭനഷ്ടങ്ങളുണ്ട്. ആകെ ഭക്തിക്ക് നഷ്ടം വന്നത് കോവിഡ് കാലത്ത് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ പ്രതിസന്ധികളും ഭക്തിക്ക് ലാഭമാണ്. ചായക്കച്ചവടക്കാരന് നഷ്ടം വരാം, ഓട്ടോക്കാരന് നഷ്ടം വരാം, ഹോട്ടലുകാരന് നഷ്ടം വരാം, സ്വർണ്ണ കച്ചവടക്കാരന് പ്രതിസന്ധി വരാം, എല്ലാത്തിലും വരാം. പക്ഷേ ഭക്തിയുടെ കച്ചവടക്കാരന് ഒരു പ്രതിസന്ധിയും വരില്ല. പഞ്ഞമാസത്തിലും കുഞ്ഞമാസത്തിലുമെല്ലാം അവന് നിറയെ കിട്ടും. അത് വിറ്റ് തിന്ന കള്ളന്മാരെയാണ് കഴിഞ്ഞ ദിവസം അയോധ്യയിൽ അറസ്റ്റ് ചെയ്തത്.